ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ആന്റിവൈറസ് ആപ്ലിക്കേഷനുകളുടെ ആവശ്യമുണ്ടോ, ആൻഡ്രോയിഡ് മൊബൈലുകൾ വൈറസ് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മളുടെ ഫോണുകളിൽ ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നമ്മളുടെ ഫോണിന്റെ എഫിഷ്യൻസിയെ കുറയ്ക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് സുഹൃത്തുക്കൾ ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിരുന്നു, ഫോണിൽ ആന്റിവൈറസ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മൊബൈലിൽ വൈറസ് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ വൈറസ് അറ്റാക്ക് ഉണ്ടാകുമോ എന്നും ആന്റിവൈറസ് ആപ്ലിക്കേഷനുകളുടെ ആവശ്യമുണ്ടോ എന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. സാധാരണ ആളുകൾ ആൻഡ്രോയിഡ് മൊബൈലിനെ ഒരു വിൻഡോസ് OSമായിട്ടാണ് കമ്പയർ ചെയ്യാറുള്ളത്. അതിനൊരു കാരണമുണ്ട്. ഒരുപക്ഷെ വിൻഡോസ് ഉപയോഗിക്കുന്നവർ ഏതെങ്കിലും രീതിയിൽ അവരുടെ കമ്പ്യൂട്ടറിൽ വൈറസ് അറ്റാക്ക് ഉണ്ടാവുകയോ മാൽവെയർ അറ്റാക്ക് ഉണ്ടാവുകയോ ചെയ്തതിനു ശേഷം ഫയലുകൾ കറപ്റ്റ് ആവുകയോ സിസ്റ്റം മുഴുവനായിട്ട് ഫോർമാറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ആദ്യം മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ഇതേപോലെ വിൻഡോസിൽ ഉണ്ടായതുപോലെ ആൻഡ്രോയിഡ് മൊബൈലിലും വൈറസ് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിൻഡോസിൽ നമ്മൾ സാധാരണ ആന്റിവൈറസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത് പോലെ ആൻഡ്രോയിഡ് മൊബൈലിലും ഒരു ആന്റിവൈറസ് ആപ്ലിക്കേഷൻ വേണമെന്നാണ് എല്ലാവരും കരുതുന്നത്. അതിനോടൊപ്പം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ആന്റിവൈറസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂറുകണക്കിന് ആന്റിവൈറസ് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കും. ഞാനിവിടെ ആന്റിവൈറസ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ആന്റിവൈറസ് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷനുകളൊക്കെ ലക്ഷക്കണക്കിന് ഡൗൺലോഡ്സും 4.5, 4.7, 4.8 ഒക്കെ റേറ്റിംഗുമുള്ള ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ കാണുമ്പോൾ നമ്മൾ കരുതും നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈലിന് വേണ്ട ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ, ഏറ്റവും നല്ല സെക്യൂരിറ്റി ഈ ആപ്ലിക്കേഷനുകൾക്ക് നൽകാൻ സാധിക്കുമെന്ന്. സാധാരണ നമ്മൾ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് പതിവുള്ളത്. ഇങ്ങനെ നമ്മൾ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ആപ്ലിക്കേഷനുകൾ ഫോണിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് അതിന്റെ പണി ചെയ്യും. കറക്റ്റ് ആയിട്ട് അത് സ്കാനിങ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ 100 MB ക്ലീൻ ആക്കി, 500 MB ക്ലീൻ ആക്കി, അല്ലെങ്കിൽ മാൽവെയർ ഉണ്ടായിരുന്നു അത് ഡിറ്റക്ട് ചെയ്തു, വൈറസ് ക്ലീൻ ചെയ്തു, അല്ല എന്നുണ്ടെങ്കിൽ 10 വൈറസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, അത് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനുകൾ കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ ഫോണിനെ 100% പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള മെസ്സേജുകളും ഇൻഫർമേഷനുകളും ആപ്ലിക്കേഷൻ്റെ സൈഡിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്നത് ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ ഫോണിനെ 100% പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി മറ്റൊരു കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ 100% സേഫ്റ്റി തരുന്നുണ്ടെന്ന് നമ്മൾ കരുതും. ആൻഡ്രോയിഡ് OS ലിനക്സ് കെർണൽ ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് മൊബൈലിൽ ഏതെങ്കിലും ഒരു ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. അത് ഞാനിന്ന് നിങ്ങൾക്ക് ചില ടിപ്സ് പറഞ്ഞുതരാം. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഒരു ആൻറ്റിവൈറസ് ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് പോയിന്റ്, നമ്മളുടെ ഫോണിൽ ഏതെങ്കിലും ആൻറ്റിവൈറസ് ആപ്ലിക്കേഷനുകളോ ക്ലീനിങ് ആപ്ലിക്കേഷനുകളോ മറ്റോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഫോൺ സേഫ് ആക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഫോണിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യുക. രണ്ടാമതായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമേ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ്റെയും കാര്യമില്ല. നിങ്ങളുടെ ഫോൺ 100% പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി സോഴ്സിൽ നിന്നും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കണം, പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കണം, പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള വെബ്സൈറ്റുകളിൽ നിന്നും മാത്രം ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുക. അതിപ്പോൾ ആമസോണിൻ്റെ ആപ്പ് സ്റ്റോർ ആയിക്കോട്ടെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് APK മിറർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ സേഫ് ആണ്. എന്നാൽ ഇങ്ങനെ ലഭിക്കുന്ന APK ഫയലുകൾ നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺനോൺ സോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ടിപ്സ് കൂടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇതേപോലെ APK ഫയലുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ നിന്നും അൺനോൺ സോഴ്സ് എനേബിൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ ഈ അൺനോൺ സോഴ്സ് എന്ന് പറയുന്ന സെറ്റിംഗ്സ് വീണ്ടും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. സാധാരണ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ അൺനോൺ സോഴ്സ് എനേബിൾ ചെയ്യും, അതിനുശേഷം അത് ഡിസേബിൾ ചെയ്യത്തേയില്ല, അത് ഓണാക്കി തന്നെ ഇട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അൺനോൺ സോഴ്സ് നിങ്ങൾ ഒരു കാരണവശാലും ഓൺ ആക്കിയിട്ടില്ല. അത് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് ഓഫ് ആക്കി തന്നെ ഇടുക. മറ്റൊരു കാര്യം പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഗൂഗിളിൽ ഏതെങ്കിലും വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന സമയത്ത് ഇതേപോലെ ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ചില പോപ്പപ്പ് വരാറുണ്ട്. നിങ്ങളുടെ ഫോണിൽ വൈറസ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ഒരു ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യണം,
അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഉണ്ടായിരിക്കും. ഈ മോഡൽ ആണ് നിങ്ങളുടെ ഫോണ്. ഇതിൽ വൈറസ് ഉണ്ട്, നിങ്ങൾ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ പോപ്പപ്പ് ഇങ്ങനെ വരും. നമ്മളതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള സ്റ്റെപ്പ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. കാരണം ഇതൊന്നും വൈറസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിട്ടോ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടോ ഒന്നുമല്ല ഇങ്ങനെയുള്ള പോപ്പപ്പ് വരുന്നത്. ഇതൊക്കെ അഡ്വർടൈസ്മെൻറ്റുകളാണ്. പലരും ചോദിക്കാറുണ്ട്, ഇത് എൻ്റെ ഫോണിൽ വൈറസ് ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെയുള്ള പോപ്പപ്പ് വരുന്നതെന്ന്. ഇത് ഒരു രീതിയിലും നിങ്ങളുടെ ഫോണിനെ ബാധിക്കത്തില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇതൊക്കെ അഡ്വർടൈസ്മെൻറ്റുകളാണ്, നമ്മളെ പേടിപ്പിച്ച് നമ്മളെ കൊണ്ട് ആൻറ്റിവൈറസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാനുള്ള ചില തന്ത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. ഇതും പറയും ഇത് സ്കാൻ ചെയ്ത് ഇത്ര ഫയലുകൾ അല്ലെ ഇത്ര മെമ്മറി ക്ലീൻ ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര ത്രെഡ്സ് ഉണ്ടായിരുന്നത് റിമൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകൾ വരും. ഈ ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. സാധാരണ വാട്സപ്പിലും മറ്റും ഒരുപാട് ആപ്ലിക്കേഷനുകളുടെ ലിങ്കുകൾ വരാറുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല. ഈ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർ ആരാണ്, ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെ പെർമിഷൻ ചോദിക്കുന്നു, ഒരു കാര്യവും കാണത്തില്ല. ആപ്ലിക്കേഷൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലും കാണത്തില്ല. ഒരു ലിങ്ക് വരുന്നു, ആ ലിങ്കിൽ നിന്ന് നമ്മൾ സാധാരണ ഡൗൺലോഡ് ചെയ്യാറുള്ളത് പോലെ APK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ GB വാട്സപ്പ്, ഗോൾഡ് വാട്സപ്പ്, അങ്ങനെ ഒരുപാട് വാട്സപ്പിൻ്റെ പല പല വേർഷനിലുള്ള ആപ്ലിക്കേഷനുകൾ ലഭിക്കും. സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കാരണം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ഒഫീഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷനേക്കാൾ കൂടുതൽ ഒന്നോ രണ്ടോ ഫംഗ്ഷനുകൾ ഈ ആപ്ലിക്കേഷനിൽ കൂടുതലുണ്ടായിരിക്കും. അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ ആരുണ്ടാക്കി, ഇതിൻ്റെ ഡെവലപ്പർ ആരാണ്, ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഏതെങ്കിലും ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിന് സുരക്ഷ നൽകുന്നുണ്ടോ, നിങ്ങളുടെ ഫയലുകൾ ഈ ആപ്ലിക്കേഷനുകൾ ചോർത്തുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം മാത്രം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ ഇതൊരു മാൽവെയർ ആകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനുകളോ ട്രസ്റ്റഡ് വെബ്സൈറ്റുകളിൽ നിന്നുള്ള ആപ്ലിക്കേഷനുകളോ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നും ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും ഫയലുകൾ ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു APK ഫയൽ ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എപ്പോൾ വരെ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, അപ്പോൾ വരെ ആ ആപ്ലിക്കേഷന് നമ്മുടെ ഫോണിൽ ഒരു രീതിയിലുള്ള പ്രോബ്ലവും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഫയലുകൾ ബൈ മിസ്റ്റേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയുക. അത് ഇൻസ്റ്റാൾ ചെയ്യാത്തിടത്തോളം കാലം ഒരു രീതിയിലും നിങ്ങളുടെ ഫോണിനെ അത് എഫക്റ്റ് ചെയ്യത്തില്ല. അടുത്തത്, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണുകൾ റൂട്ട് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ കരുതും, ഞാൻ തന്നെ ഇതേപോലെയുള്ള റൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനുശേഷം ഞാൻ എന്തിനാണ് റൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. റൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ വൈറസ് ഉണ്ടാകത്തില്ല. എന്നാൽ റൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോൺ ഒരു രീതിയിൽ അഡ്മിനിസ്ട്രേറ്റർ മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിലൂടെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ആകാനും നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ റൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ റൂട്ട് ചെയ്യാതെ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ മുൻപോട്ട് വെക്കാൻ സാധിക്കത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ റൂട്ട് ചെയ്യാത്ത ഫോണുകൾ ഉപയോഗിക്കുന്നതായിരിക്കും സേഫ്. നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻസ് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ആണെങ്കിൽ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ടോർച്ച് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ രണ്ട് ആപ്ലിക്കേഷനുകൾ ഞാൻ റിയൽ എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. സാധാരണ ടോർച്ച് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ക്യാമറയോ അല്ല എന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ LED ലൈറ്റിൻ്റെയോ ആക്സസ് ആയിരിക്കും വേണ്ടത്. എന്നാൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ഫോണിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നു, SMS കളക്ട് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ ഇൻഫർമേഷനുകൾ കളക്ട് ചെയ്യുന്നു. ആ രീതിയിലുള്ള പെർമിഷൻസ് കൊടുത്തുകൊണ്ട് പരമാവധി ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ആൻറ്റിവൈറസ് ആപ്ലിക്കേഷനുകളുടെയും സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ആൻറ്റിവൈറസ് ആയിട്ട് മാറാൻ സാധിക്കും. ഇതേപോലെയുള്ള ക്ലീനിങ് ആപ്ലിക്കേഷനുകളും ആൻറ്റിവൈറസ് ആപ്ലിക്കേഷനുകളും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോൺ മെമ്മറി നഷ്ടം ആകും എന്നല്ലാതെ നിങ്ങളുടെ ഫോണിന് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും തന്നെ ഉണ്ടാകത്തില്ല.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ആന്റിവൈറസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ആന്റിവൈറസ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ നോ എന്ന് കമന്റ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റുകളായി അറിയിക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് മൊബൈലുകളാണ്. ഇതിൽ നല്ല ഒരു ശതമാനം ആളുകളും ഇതേപോലെ ആന്റിവൈറസ് ആപ്ലിക്കേഷനുകളും ക്ലീനിങ് ആപ്ലിക്കേഷനുകളും അവരുടെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ചെറിയ അറിവ് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.